ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളെ നിങ്ങളോടുകൂടി ദൈവത്തിൽ ഉറപ്പിക്കുന്നത്, ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തത് ദൈവമല്ലോ. അഭിഷേകം ഒത്തിരി കേൾക്കുന്ന വാക്കാണ്. പുതിയ നിയമത്തിൽ അധികം ഇല്ല, പഴയ നിയമത്തിൽ ഒത്തിരിയുണ്ട്. പുതിയ നിയമത്തിൽ അധികം പ്രാവശ്യം ഇല്ലാത്തത് കൊണ്ട് പുതിയ നിയമത്തിൽ അഭിഷേകം ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റിയല്ല. കാരണം ഇവിടെ പച്ചക്ക് എഴുതിയിരിക്കുന്നു പുതിയ നിയമത്തിൽ അഭിഷേകം ഉണ്ടെന്ന്. നല്ല വാക്ക് എഴുതിയിരിക്കുന്നത്, നിങ്ങളെ അഭിഷേകം ചെയ്തത് ദൈവമല്ലോ. അപ്പോൾ പുതിയ നിയമത്തിനകത്ത് അഭിഷേകമുണ്ട്. പഴയ നിയമത്തിൽ ഒരാളെ അഭിഷേകം ചെയ്യുമായിരുന്നെങ്കിൽ, സ്തോത്രം, അന്ന് അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത് അഭിഷിക്തനാകാൻ വേണ്ടി. ഇന്നിവിടുത്തെ പാസ്റ്ററെ അഭിഷേകം ചെയ്യാൻ ദൈവം നിശ്ചയിച്ചാൽ, പഴയ നിയമത്തിലായിരുന്നെങ്കിൽ ഒരാചാര്യനെ ദൈവം അയക്കും. അദ്ദേഹം വരും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൈലക്കൊമ്പിനകത്ത് ഇവിടെ കൂടി വന്നിരിക്കുന്ന ആളുകൾക്ക് കാണത്തക്ക രീതിയിലും അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മൂക്കിൽ അതിൻ്റെ ഗന്ധമടക്കത്തക്ക രീതിയിൽ പ്രത്യേക ആനുപാതികമായിട്ട് കാച്ചിക്കുറുക്കി വെച്ചിരിക്കുന്ന തൈലമാണ് കൊണ്ടിരുന്നത്. അത് കാണാം. അതാണ് അഭിഷേകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സ്തോത്രം. ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോഴൊക്കെ അങ്ങനെ എല്ലാവരും കണ്ടു. എന്നാൽ പുതിയ നിയമത്തിനകത്ത് ദൈവം അഭിഷേകം ചെയ്യാൻ ഒരാളെ വിടുവല്ല. ആണോ? ഈ വാക്യത്തിൽ പറയുന്നത് തിരുവല്ലെന്നൊരാളെ വിടും, നിന്നെ അഭിഷേകം ചെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, പിന്നെ ആരാ അഭിഷേകം ചെയ്യുന്നത്? ദൈവമാണ് അഭിഷേകം ചെയ്യുന്നത്. ദൈവമായതുകൊണ്ട് ആചാര്യനെ കാണാൻ പറ്റിയല്ല. കാരണം ദൈവ ആത്മാവാണ്. നമ്മുടെ യോഗത്തിനിടയിൽ അഭിഷേകം നടക്കുന്നുണ്ട്, പക്ഷെ അഭിഷേകം ചെയ്യുന്നവനെ കാണാൻ കഴിയില്ല. അവൻ ദൈവമാണത് ചെയ്യുന്നത്. ശൗമേനെ പോലത്തെ ഒരാളല്ല ചെയ്യുന്നത്, എന്നെ പോലത്തെ ഒരു ദൈവദാസനല്ല ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനെ അത് ഏൽപ്പിച്ചില്ല ദൈവം. പുതിയ നിയമത്തിൽ ദൈവം നേരിട്ട് ചെയ്യാം. പറയുന്നു, അത് ഞാനല്ല ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യുന്നത്. രണ്ട്, പഴയ നിയമത്തിൽ തൈലക്കൊമ്പിനകത്ത് ഒരുക്കി വെച്ചിരുന്ന തൈലം കൊണ്ടാണ് അഭിഷേകം ചെയ്തത്. പക്ഷെ പുതിയ നിയമത്തിനകത്ത് തൈലം കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റിയില്ല. ആചാര്യനെയും കാണുകയല്ല, അഭിഷേകം ചെയ്യുന്ന തൈലമല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെയും കാണാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് ഇതിനിടയിൽ അഭിഷേകം നടക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണാനോ ഫോട്ടോ എടുക്കാനോ പറ്റാത്തത്. സ്തോത്രം. മനസ്സിലായോ? പക്ഷേ അഭിഷേകം നടക്കുന്നുണ്ട്. ഈ കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ മിനിമം ഒത്തിരി പദങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ചുരുങ്ങിയത് 6 പദം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. 6 പദങ്ങൾ. ഞാൻ 6 പദങ്ങൾ വേഗത്തിൽ പറയാം. 1, ആത്മസ്നാനം. 2, ആത്മമുദ്ര. ഇതിവിടെ എഴുതിയിട്ടുണ്ട്, താഴെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ. ആത്മയാച്ചാരം, ആത്മമുദ്ര, സ്തോത്രം എന്നൊക്കെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടാം. 1, ആത്മസ്നാനം. 2, ആത്മമുദ്ര. 3, ആത്മയാച്ചാരം. എന്നോടെ ഞാൻ ആവർത്തിക്കാം. 3 എണ്ണം: ആത്മസ്നാനം, ആത്മമുദ്ര, ആത്മയാച്ചാരം. അടുത്ത 3 എണ്ണം: ആത്മനിറവ്, ആത്മീയാഭിഷേകം, ആത്മശക്തി. ഈ 6 പദങ്ങളെ നന്നായി പഠിക്കണം. ഇത് 6 ഒന്നാന്ന് വിചാരിക്കുന്നുണ്ട്. 6 ഒന്നല്ല, 6 6. ആദ്യത്തെ 3 എണ്ണം ആത്മസ്നാനം, ആത്മമുദ്ര, ആത്മയാച്ചാരം. രണ്ടാമത്തെ 3 എണ്ണം ആത്മനിറവ്, ആത്മാഭിഷേകം, ആത്മശക്തി. ഇതിൽ ആദ്യത്തെ 3 എണ്ണം ഒരു 1 ടൈം ഡീലിംഗാ, ഒറ്റ പ്രാവശ്യമുള്ളൂ. ആത്മസ്നാനം എന്നുമില്ല, ഒറ്റ പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം പരിശുദ്ധാത്മസ്നാനം. എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അത് ചെയ്യുന്നത് യേശുക്രിസ്തുവാണ്. ആത്മസ്നാനം. ആ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. ആത്മാവിനെ സ്നാനം കിട്ടിയ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. ഞാനൊരു പഴയ ട്രഡീഷൻ, ഞാൻ രാവിലെ പറഞ്ഞല്ലോ, പിറവത്താണെങ്കിൽ വിശ്വാസത്തിൽ വന്നെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി ദൂരമായിരുന്നു. വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാത്ത സമയത്ത് അന്നത്തെ ദൈവദാസൻ ഞങ്ങളോട് പറഞ്ഞു, ഇത്രയും ദൂരം വരണ്ട, എന്നും വരാൻ പറ്റില്ല, വണ്ടിക്കൂലി ഇതൊക്കെ ആയിട്ട് നിങ്ങൾ തിരിച്ച്. വണ്ടിയില്ലാത്ത കാലത്ത് ഇത് വീട്ടിൽ ചിലവ് 4-5 മണിയാവില്ലേ. നമ്മുടെ തന്നെ ഒരു സഭയാണെന്ന് പറഞ്ഞ് വേറൊരു സഭ, ഒരു കനാലും പണ്ടേ കൂടെ ഞങ്ങൾ 7 കിലോമീറ്റർ നടക്കും. ഞാനും എൻ്റെ അനിയനും കൂടെ രാവിലെ 7 മണിക്ക് ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് സെൻട്രൽ സ്കൂളിന് പോകും. 7 മണിക്ക് നടക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ 8:30 ടൈമുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളുടെ ചർച്ചിൽ ചെല്ലും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാ ഞായറാഴ്ചയും ഞങ്ങളെ വിടുമായിരുന്നു.
വണ്ടിക്കൂലിയില്ല. കനാല് മണ്ടേ കൂടെ 7-7.5 കിലോമീറ്റർ നടന്ന്. സ്തോത്രം. അതൊക്കെ ജീവിതത്തിലൊരു ഡിപ്പോസിറ്റായി മാറി. സ്തോത്രം. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ അപ്പനും അമ്മയെല്ലാം കൂടി ആരാധനയ്ക്ക് വന്നിട്ട് ഞങ്ങളെല്ലാം കൂടി ബസ്സിനാണ് പോകുന്നത്. ആ ചർച്ച് പഴയ ഒരു ഓടിട്ട പഴയ ഒരു ചെറിയ ഹോൾ. അതിനകത്തൊരു പാസ്റ്റർ വിശ്വാസത്തിൽ വന്നു. ഇപ്പോൾ തൃശ്ശൂർ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ മാത്യു തോമസ്. അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററായിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ പലരും പരിശുദ്ധാത്മാഭിഷേകം അല്ലെങ്കിൽ ആത്മനിറവ് പ്രാപിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം ഭയങ്കര ഫീൽ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവമേ, നിങ്ങൾ പലരും ആത്മനിറവ്, ഒത്തിരി പേരൊന്നുമില്ല. അപ്പം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചു. പ്രായമുള്ളവരടക്കം പലരും പരിശുദ്ധാത്മാവിൽ നിറയെ. ഞാനുണ്ട്, എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ബ്രദർ അന്ന് ചിത്രം ആയിട്ട് പക്വതയായാലും എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇരിക്കുക. 1-ാം ദിവസം മാർത്താണ്ഡത്തുനിന്ന് ഒരു കർത്തൃദാസനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പരിശുദ്ധാത്മ നിറവിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു. 1-ാം ദിവസം കഴിഞ്ഞു. ഒരു കോക്കയായി. 2-ാം ദിവസമായി. പറയത്തക്ക ചലനമൊന്നുമില്ല. ഈ പരിശുദ്ധാത്മനിറവുള്ള സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കുന്നതും ആത്മനിറവില്ലാത്ത സഭയെ ശുശ്രൂഷിക്കുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മ ഉള്ളിടത്ത് നമ്മൾ നിന്നാൽ മതി. നമ്മുടെ ബുദ്ധിയും വേണ്ട, തലച്ചോറും വേണ്ട, ഒന്നും വേണ്ട. ആത്മാവങ്ങ് ചെയ്തോളൂ. നിങ്ങളിൽ ആത്മാവുണ്ടെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ആത്മാവ് നടത്തുവാന്നല്ല എഴുതിയിരിക്കുന്നത്. ആത്മാവ് നടത്തുന്നവനാണ് ദൈവമക്കൾ. അപ്പൊ ആത്മാവ് നടത്തുക, പരിശുദ്ധാത്മാവല്ലേ. ആ പാസ്റ്റർ ചെറുപ്പക്കാരനായിരുന്നു. മുമ്പിരുന്നവരെ ആരെയും കുറ്റം പറയല്ല, അവരൊക്കെ ഒത്തിരി കഷ്ടം സഹിച്ചവരാ. പക്ഷെ അദ്ദേഹത്തിന് പരിശുദ്ധാത്മ നിറവില്ലാത്തൊരു സഭയ്ക്കകത്ത് 2 കൊല്ലം തയ്ക്കാൻ പറ്റാത്തതിന് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കുക, ആത്മനിറവ് വേണം ഞങ്ങളുടെ സഭയ്ക്ക്. 3-ാം ദിവസം ഉച്ചയ്ക്ക് അതിഥിയായി വന്നിരിക്കുന്ന കർത്തൃദാസൻ മടങ്ങിപ്പോവും. അദ്ദേഹത്തിന് മാർത്താണ്ഡത്ത് പോകണം. ഉച്ചകൊണ്ട് യോഗം തീരും. അന്ന് രാവിലത്തെ യോഗം 10 മണി കഴിഞ്ഞപ്പോൾ ആരംഭിച്ചു. പാട്ടൊക്കെ പാടി, പഴയതുപോലെ തളർന്ന പാട്ട് 5-6 പാട്ട് പാടിയാൽ ഇങ്ങനെ പാടി നിൽക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഞങ്ങളുടെ പാസ്റ്റർ ചെറുപ്പക്കാരനാ. ഈ കർത്തൃദാസനെ അന്നത്തെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ യോഗം വെച്ചത് 3 ദിവസം ഉപവസിക്കാനല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയാണ്. ദൈവാത്മാവിൽ നിറയാത്തൊരു സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കാൻ ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് മാനസികമായി ഭയങ്കര പ്രയാസം. ദൈവാത്മാവിൽ നിറയുമ്പോഴാണ് എൻ്റെ പുള്ളിയെ മുട്ടുകുത്തി. അവിടെ മുട്ടുകുത്തിയിട്ട് 2 കൈ ഉയർത്തി, മൈക്കൊന്നുമില്ല, 2 കൈ ഉയർത്തി മുട്ടുകുത്തി എന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് സഭ, ഒരു ദൈവദാസൻ സഭയ്ക്ക് നടുവിൽ അങ്ങനെ കരയുന്നത് കാണുന്നത്. ഞാൻ പറയുന്നില്ല, നല്ല വശങ്ങൾ പറയാട്ടോ. അല്ലെങ്കിൽ വന്നൊരു സങ്കീർത്തനം വായിച്ച് പറഞ്ഞ് സംഭവമൊക്കെ ഒപ്പിച്ച് പോകുന്നതിന് പാർക്കും. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് കരയുക. അപ്പം ഞങ്ങളെല്ലാം ഞെട്ടി. ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ ഭാഷ എന്തിനാ കരയുന്നത്? പുള്ളിക്ക് പ്രസംഗിച്ചാൽ സ്വതരാജ് കിട്ടിയാൽ പോരെ. പുള്ളി കരയുക, ദൈവമേ എന്നെ ഇവിടെ വിട്ടത് നീ അല്ലേ. ഞാൻ വേറൊന്നും ചോദിക്കല്ലോ. എന്നിപ്പോൾ ഞങ്ങളും ഞെട്ടി, സഭ സ്തംഭിച്ചു. ഓരോരുത്തരാരും പറയാതെ മുട്ടയിൽ നിന്ന് കരയാൻ തുടങ്ങി. പതുക്കെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും തേങ്ങലും കരച്ചിലും ചീറ്റലുമൊക്കെ ആയി. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നെന്നവണ്ണം ഓർക്കുന്നു, ആ ഹോളിനകത്ത് എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, വേറെ പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ ആദ്യം അതിനകത്തൊരു പൊട്ടിത്തെറി പോലെ ആത്മനിറവുണ്ടായത് എനിക്കാണ്. എൻ്റെ അന്നത്തെ അനുഭവം പറയാം. എന്നെ ആരോ വലിയ നദിയിലേക്ക് പിടിച്ചിട്ടതുപോലെയായി. ഞാൻ ആ ഹോളിനകത്ത് നീന്തുവാണ്. ഞാൻ വെള്ളത്തിലാണ്, എനിക്കറിയില്ല. ഞാൻ പക്ക നീന്തുവാണ്. ഞാൻ പറയുന്ന ഭാഷ എനിക്കറിയില്ല. എൻ്റെ ശരീരത്തിന് വെയിറ്റ് ഇല്ല. എനിക്കെന്താ പറ്റിയെന്നറിയില്ല. ഞാൻ ഒരു തള്ളിയിട്ടതുപോലെയായി. തൊട്ടുപുറകെ ഓരോരുത്തരായി. അതിനകത്ത് പിന്നെ പ്രസംഗം നടന്നില്ല. ആത്മാവിന്റെ നദിയിലേക്ക് ആരോ പിടിച്ച് മുക്കിയതുപോലെയായി. ഇന്ന് രാത്രി ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാണിച്ചിട്ട് പോകുകയല്ല, സത്യസന്ധമായ ഒരാത്മസ്നാനം ദൈവാത്മാവ് നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് തരട്ടെ. കരച്ചിലും നിലവിളിയുമായി. സ്തോത്രം. ഉച്ചയ്ക്ക് ദൈവദാസൻ ചില വാക്കുകൾ പറഞ്ഞ് ഞങ്ങളുടെ തലയെ കൈവച്ച് ഉറപ്പിച്ച് ഞങ്ങളെ വിട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഞാൻ ഞങ്ങളുടെ നാട്ടിലായിരുന്നപ്പോൾ, ഞാൻ പാസ്സായതിനു ശേഷം
ആരാധന എന്ന് പറഞ്ഞാൽ നല്ല ബോൾ തെറിക്കുന്ന പോലെയൊക്കെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷേ ആത്മസ്നാനത്തിൻ്റെ അന്നത്തെ പോലത്തെ ഒരു അനുഭവം, അന്ന് കിട്ടിയ പോലത്തെ ഒരു അനുഭവം, പിന്നെ അതിനൊക്കെ വേറെ മോഡലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നത്തെ അനുഭവം പോലെ പിന്നെ ഉണ്ടായിട്ടില്ല. അതൊരനുഭവമാണ് ആത്മസ്നാനം. കർത്താവ് നമ്മളെ ആത്മനദിയിലേക്ക് ഇറക്കുന്ന ദിവസം. സ്തോത്രം. എല്ലാ ദിവസവും ഇങ്ങനെ സ്നാനമല്ല, അതൊറ്റ പ്രാവശ്യം കൊണ്ട് നടക്കുന്നതാണ്. രണ്ടാമത്തതാണ് ആത്മമുദ്ര. സ്തോത്രം. അതെന്താ? ദൈവം നമ്മളെ അവകാശമാക്കി. ഇത് സ്വർഗത്തിന്റെ പ്രോപ്പർട്ടി ആണെന്നുള്ളതിന് ദൈവം സീൽ ചെയ്തത് പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. ഫെസലേഖനത്തിൽ പറയുന്നു, വീണ്ടെടുപ്പിൻ നാളിനായി നിന്നെ മുദ്രയിട്ടിരിക്കുക. ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാ പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ മുദ്ര വെച്ചു, സീലടിച്ചു. നമുക്കത് കാണാൻ പറ്റിയല്ല. ആത്മാവിന്റെ സീല് നമ്മുടെ മേലുണ്ട്. നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച ആ മുദ്രയുള്ളവനെ ദുഷ്ടം തൊടിയല്ല. ദൈവം അത് മുദ്ര വെച്ചു. മൂന്നാമത്തത് ആത്മാവിന്റെ അച്ചാരം. ഒരു ബിസിനസ് ഭാഷയാണ്. നമുക്കുറപ്പ് തരികയാണ്. ഒരു അച്ചാരം തരിക. അച്ചാരം തരിക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബിസിനസ് തന്നെയാണ്. വണ്ടി കച്ചവടം നടന്നു കഴിഞ്ഞാൽ, വസ്തു കച്ചവടം നടന്നാൽ ആദ്യം അഡ്വാൻസ് കൊടുക്കും. അത് ഒരു മുദ്ര പേപ്പറിനകത്ത് എഴുതുക, അതൊക്കെ ചെയ്യണം. പക്ഷെ പണ്ട് കാലത്ത് അച്ചാരം കൊടുത്തുകൊണ്ടിരുന്നത് പൈസയല്ല, ആളുകളെയാണ്, വ്യക്തികളെയാണ്. എൻ്റെ ബൈബിളിൽ നിന്ന് തെളിവാൻ പറയാം. യോസേപ്പിൻ മിസ്രൈമിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സഹോദരന്മാർ കനാനിൽ നിന്ന് കാലിച്ചാക്കുമായിട്ട് അവിടെ ചെന്നു. യോസേപ്പിന് കണ്ടവഴി എല്ലാവരെയും പിടികിട്ടി. ആ കഥ നിങ്ങൾക്കറിയാം, സംഭവം നിങ്ങൾക്കറിയാം. പറഞ്ഞ് എല്ലാവരെയും ചേട്ടൻ മുതൽ അരിമരി ഇരുത്തിയതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയും. പെട്ടെന്ന് യോസേപ്പ് തിരിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിശ്വാസം വരുന്നില്ല, നിങ്ങൾ ഒറ്റുകാരാന്നൊരു സംശയം. അപ്പോൾ ഒരു എൻ്റെ പൊന്നു യജമാനെ, ഒറ്റുകാരൊന്നുമല്ല. അങ്ങനെയല്ല. ഇത്രയും നേരം നല്ല വാക്ക് പറഞ്ഞിട്ട് പോകാൻ നേരത്ത് വേണ്ടാത്ത പറയരുത്. ഒറ്റുകാരല്ല, ഞങ്ങളുടെ അപ്പൻ്റെ മക്കളാണ്. അങ്ങനെ ഒരുത്തനുണ്ടായിരുന്നു, അവനെ ശ്രോത്രം കാട്ടുമൃഗം കടിച്ചു തിന്നു. ഇനി ഒരുത്തനുണ്ട്, അവനെ അപ്പനെ നോക്കാൻ വീട്ടിൽ നിർത്തിയിരിക്കുക, ബെന്യാമീനെ. അപ്പം യോസേപ്പ് പറഞ്ഞു, യോസേപ്പിനല്ല അറിയാം ബെന്യാമീനെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് യോസേപ്പ് ചെയ്യുന്നത്. അപ്പൊ യോസേപ്പ് പറഞ്ഞു, എനിക്കത് വിശ്വാസമില്ല. അങ്ങനെ ഒരു മോൻ, ഒരു ബ്രദർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവനെ ഇവിടെ കൊണ്ടുവരണം. അപ്പൊ ഇവര് ചേട്ടന്മാർ പറഞ്ഞു, അതിനെന്നാ, അടുത്ത പ്രാവശ്യം റേഷൻ മേടിക്കാൻ വരുമ്പോ ഞങ്ങൾ കൊണ്ടുവരാം. യോസേപ്പ് പറഞ്ഞു, അങ്ങനെ പറ്റിയാല, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമെന്ന് തന്നെ ഉറപ്പ്. അതുകൊണ്ട് നിങ്ങൾ ബെന്യാമീനെ ഇവിടെ കൊണ്ടുവരുന്നവരെയും ഒരുത്തൻ ഇവിടെ അച്ചാരം നിൽക്കണം. അച്ചാരം എന്നൊരു വാക്ക് അവിടെ ഇല്ല, പക്ഷേ അതിന് ഗ്യാരണ്ടി, ഉറപ്പ്, ഒരുത്തൻ ഇവിടെ നിൽക്കണം. അങ്ങനെ ശിമയോനെ പിടിച്ചവിടെ നിർത്തി. ശിമയോൻ ഇനി പോണമെങ്കിൽ ബെന്യാമീൻ വരണം. അവനെ അച്ചാരം നിർത്തിയിരിക്കുക. സ്തോത്രം. ഇതുപോലെ യേശുക്രിസ്തു പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ വരും. എനിക്കതിന്, നിങ്ങൾക്ക് അതിനകത്ത് ഉറപ്പ് കുറവുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളിൽ ഒരാളെ ഇവിടെ അച്ചാരം നിർത്താം. മീഖായേലിനെയും ഗബ്രിയേലിനെയും അല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതിൽ പരിശുദ്ധാത്മാവിനെ ഇവിടെ അച്ചാരം നിർത്തി, സഭയ്ക്ക് വേണ്ടി അച്ചാരം നിർത്തി. ഇനി പരിശുദ്ധാത്മാവിന് ഇവിടെ നിന്ന് പോകണമെങ്കിൽ യേശു വരണം. വരാതെ പോകുകയല്ല. ആരൊക്കെ പറഞ്ഞാലും, ഇവിടെ ഭരണം മാറിയാലും, ഇവിടെ സഭയെ ചുട്ടുകൊന്നാലും വെട്ടിക്കൊന്നാലും എന്തൊക്കെ ചെയ്താലും, ദൈവാത്മാവ് ഭാരതത്തിൽ നിന്ന് പോകണമെങ്കിൽ, ലോകത്തിൽ നിന്ന് പോകണമെങ്കിൽ യേശു മടങ്ങി വരണം. അല്ലാതെ പോവുകയല്ല. ആരൊക്കെ പറഞ്ഞാലും, ചൂരെടുത്തടിച്ചാലും, ഹോമം നടത്തിയാലും, മന്ത്രവാദം നടത്തിയാലും, ഇവിടെ ഭരണം മാറിയാലും, എന്തൊക്കെ ചെയ്താലും പരിശുദ്ധാത്മാവ് പോണോ, യേശു മടങ്ങി വരണം. ഓ ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതാണ് അച്ചാരം. അങ്ങനെ ഇത് മൂന്നും ഒരു വൺ ടൈം ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. എന്നാൽ അടുത്ത മൂന്നെണ്ണം ആത്മനിറവ്. നമ്മൾ സാധാരണ പൊതുവിൽ മലയാളികൾ ചോദിച്ച് ശീലിച്ചത് അഭിഷേകം പ്രാപിച്ചാണോ എന്നാ. അഭിഷേകം പ്രാപിച്ചാണോ ചോദിച്ചാൽ എൻ്റെ ഉദ്ദേശം എന്നാ? പെണ്ണ് കാണാൻ പോകുമ്പോൾ പണ്ട് പറയാറുണ്ട്. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല.
IELTS പാസ്സായെന്ന് ചോദിച്ചാൽ മതി എന്ന് അമ്മ പറഞ്ഞു വിടുന്നത്. പിന്നെ അതുണ്ടെങ്കിൽ പിന്നെ അവൻ ഞാൻ രക്ഷപ്പെടുമല്ലോ, വേറൊന്നും ചോദിക്കണ്ടെന്ന്. പണ്ട് അങ്ങനെയല്ല. പണ്ടമ്മ പറഞ്ഞു വിടുമായിരുന്നു, മോനെ പ്രത്യേകം കൊച്ചിനോട് ചോദിക്കണം അഭിഷേകം പ്രാപിച്ചാണോ എന്ന്. അഭിഷേകം പ്രാപിച്ചാണോ എന്ന് അമ്മ ചോദിച്ചതിന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അന്യഭാഷ പറയുമോ എന്നാണ് അമ്മയുടെ പരമാർത്ഥ ഹൃദയത്തിന് അന്വേഷണം. പക്ഷേ നിങ്ങളതിന് റൈറ്റ് വഴി പഠിക്കണം. അഭിഷേകം വേറെ, ആത്മനിറവ് വേറെ. ആത്മനിറവുണ്ടാകുമ്പോൾ അന്യഭാഷ പറയും. മാളികമുറിയിൽ അവൻ ആത്മാവിൽ നിറഞ്ഞു. നിറഞ്ഞപ്പോൾ അന്യഭാഷ പറയാൻ തുടങ്ങി. സ്തോത്രം. അന്യഭാഷ പറയാൻ തുടങ്ങി. അപ്പം നമുക്ക് അന്യഭാഷ പറയാന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോളേജിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിയതുപോലെയാണ്. ആത്മാവിൽ നിറഞ്ഞു. അപ്പം നിനക്ക് ദൈവസഭ എന്ന ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിനക്ക് പ്രവേശനം കിട്ടി. ഇനി നിനക്ക് ഇതിനകത്ത് കൃപാവരം പ്രാപിക്കുകയോ പാസ്റ്ററാകുകയോ സഭ സ്ഥാപിക്കുകയോ അതിനൊക്കെ ഉള്ള ഒരു അനുവാദമാണ് ആത്മനിറവിലൂടെ കിട്ടിയത്. അപ്പോസ്തല പ്രവൃത്തിയിൽ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയവരാണ് പിന്നെ ബാക്കി എല്ലാം ചെയ്തത്. അന്യഭാഷ പറഞ്ഞ് നിർത്തിയെന്നല്ല, തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ നിന്നാ ബാക്കി എല്ലാം നടന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിറവ് ഒറ്റ പ്രാവശ്യം കൊണ്ടല്ല, നിറവ് ഇങ്ങനെ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും. തെളിവ് ഞാൻ പറയാം, തെളിവ് തരാം. തിയോളജിയോ അല്ലെങ്കിൽ വ്യാഖ്യാനമോ അല്ല, ബൈബിളിലെ തെളിവ് പറയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണല്ലോ 120 പേർ ഒരുമിച്ചിരിക്കുമ്പോൾ അവരെ ഓരോരുത്തരെ നിറച്ചത്. 2-ാം അധ്യായത്തിലാണ്. ഇനി 4-8 വായിച്ചേ. 2-ാം അധ്യായം വായിക്കണ്ട, നിങ്ങൾക്കറിയാം. 4-8 വായിച്ചേ. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് സ്തോത്രം. നോക്കേ, പത്രോസ് അവിടെ എന്തെഴുതിയിരിക്കുന്ന? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്ന പത്രോസ് എന്നാണോ? നോക്കിയേ, അങ്ങനെയാണോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്ന പത്രോസ് എന്നാണോ? അല്ല, പിന്നെ അപ്പൊ നടന്ന കാര്യം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എവിടെ വെച്ചാന്നറിയാമോ? ഇത് യഹൂദന്റെ മതകോടതിക്കകത്ത് ഒരു പ്രതിയായി പിടിച്ചോണ്ട് വന്ന് വിസ്തരിക്കുകയാണ്. 4-ാം അധ്യായത്തിനകത്തെ ആ പാരഗ്രാഫ്. കാരണം സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരുന്ന മുടന്തനായ മനുഷ്യനെ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവന്റെ കയ്യെ കയറി പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അവൻ കുതിച്ചു ചാടി പള്ളിക്കകത്ത് കയറി, ആലയത്തിനകത്ത് കയറി. അവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. യഹൂദന്മാരെ ഞെട്ടിപ്പിച്ചു. അവര് വിചാരിച്ചു യേശുവിനെ ക്രൂശിച്ചതോടുകൂടി തലവേദന തീർന്നു, അവൻ തീർന്നല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ യേശു അല്ല, സ്തോത്രം, മുക്കിന് ആത്മാവ് നിറഞ്ഞവനെല്ലാം യേശു ചെയ്തതിനൊക്കെ വലിയ ചെയ്യാൻ തുടങ്ങി. സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. അവരോർത്തു യേശു പോയപ്പോൾ അത്ഭുതം തീർന്നു, അടയാളം തീർന്നു. പക്ഷെ ആത്മാവ് വന്നപ്പോൾ ആത്മാവ് എല്ലാരെ കൊണ്ടും ജയിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ യഹൂദന്മാർ ഞെട്ടി. മഹാപുരോഹിത സംഘം അഥവാ സെന്നത്രിയും സംഘത്തിന്റെ സകല ആളുകളും ഒന്നിച്ചു കൂടി. മതകോടതിയിലെ ഫുൾ ബെഞ്ച് അവിടെ എഴുതിയിട്ടുണ്ട്. മഹാപുരോഹിത വൃന്ദത്തിലെ സകലരും ഒരുമിച്ച് വന്നു. പത്രോസിനെയും യോഹന്നാനെയും പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുക. അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്: ഏത് ശക്തി കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്? അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ചെയ്തത് കൺകെട്ടല്ല, ഏതോ ശക്തിയാണ്. സ്തോത്രം. അവരുടെ പള്ളിമുറ്റത്തിരുന്ന് ഭിക്ഷ യാചിച്ചവനെ കാല് നിവർത്തി പള്ളിക്കകത്ത് കയറ്റി ആരാധിപ്പിച്ചെങ്കിൽ ഇവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. ആ ശക്തിയാണ് ഇന്നും അത്ഭുതം ചെയ്യുന്നത്. ആ ശക്തിയാണ് ഇന്ന് സഭയെ വളർത്തുന്നത്. ജീസസ്, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ദൈവശക്തിക്കായി സ്തോത്രം.
നിങ്ങൾ കേട്ടെ, പെട്ടെന്ന് ചോദ്യം വന്ന മാത്രയിൽ അവിടെ നമ്മൾ വായിച്ചു 8-ാം വാക്യത്തിൽ പത്രോസ് അഥവാ പ്രതിയായി നിൽക്കുന്ന, കുറ്റവാളിയായി കൊണ്ട് നിർത്തിയിരിക്കുന്ന കോടതി മുറിക്കകത്ത് ജഡ്ജിമാരുടെ മുമ്പിൽ വെച്ച് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. 2-ാം അധ്യായത്തിനകത്ത് നിറയാൻ പത്രോസ് ഉണ്ടായിരുന്നല്ലോ. 2-ൽ നിറഞ്ഞ പുള്ളിയാണ്. പുള്ളി 4-ൽ പിന്നെ നിറഞ്ഞു. ഫാദർ റബല സകന ശബന ഹഡഗജല സിഖേനി. എല്ലാരും നിറയട്ടെ, എല്ലാരും നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. ഇന്നലെ നിറഞ്ഞവൻ, 5 കൊല്ലം മുമ്പ് നിറഞ്ഞവൻ, 10 കൊല്ലം മുമ്പ് നിറഞ്ഞവൻ, പാരമ്പര്യം വന്ന ഇതിന് വിഷയമല്ല. ഇന്ന് പുതിയ നിറവ്, ഓരോ കൂടിവരവിനും പുതിയ നിറവ്. നീ പ്രശ്നത്തിലാകുമ്പോൾ അവിടെ നിന്നെ നിറയ്ക്കും. അപ്പൊ ആരും പറയാതെ കോടതിക്കകത്ത് വെച്ച് നിറഞ്ഞു. എവിടെ വെച്ചാണെങ്കിലും, പരീക്ഷാ ഹാളിൽ വെച്ച് ദൈവം നിറയ്ക്കുവാണെങ്കിലും ഓർത്തു നോക്കി. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ വെച്ച് ഓർത്തു, എവിടെ വെച്ചു ആത്മാവ് നിറയ്ക്കുന്നു, എവിടെ വെച്ച് നിറയ്ക്കും. നിറഞ്ഞതോടുകൂടി കോടതി ഞെട്ടിപ്പോയി. സ്തോത്രം. പിന്നെ പറഞ്ഞത് പത്രോസ് അല്ല. പിന്നെ ബാക്കി ഭാഗം നോക്കി. പിന്നെ അതിന്റെ അനന്തര ഫലം എഴുതിയത് ഇങ്ങനെയാണ്: അവർക്ക് കോടതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. അധികാരമുണ്ട്, പക്ഷെ ചലിക്കാൻ പറ്റാതെയായി. ഓ, ദൈവം പറയുന്നു, കോടതിക്ക് അധികാരമുണ്ട്, മഹാപുരോഹിതന് അധികാരമുണ്ട്, പക്ഷെ ആത്മാവ് നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെയായ. അതുപോലത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടാകണം, ഒരു മൂവ്മെന്റ് ഉണ്ടാകണം ഇന്ത്യയിൽ, അവിടെ ഇവിടെയായി. അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകണം. നിറയുന്നവരെ എന്റെ ദൈവം ഉയർത്തിക്കൊണ്ടുവരണം. തടസ്സങ്ങൾ മാറാൻ, ഉത്തരം മുട്ടിച്ച ചോദ്യങ്ങൾ, നിന്നെ ബന്ധിക്കാൻ നോക്കിയ ബന്ധനങ്ങൾ, നിന്റെ വിവാഹം നടക്കാത്തത്, നിന്റെ വഴി തുറക്കാത്തത്, അത് മുഴുവൻ ഇന്ന് പൊട്ടണം. ഇവിടെ നിറയുന്നവനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുക. അവന്റെ ഭാവി തെളിഞ്ഞു വരികയോ, അവന്റെ ശുശ്രൂഷ തെളിഞ്ഞു വരികയോ, ഇവിടെ തീർക്കുമെന്ന് പറയുന്ന വെല്ലുവിളികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ജയം, നിറവിൽ ജയം. Holy Spirit. Dudalara kambalara shabadagadam paudaladam taladam ramsaradam samdalada turabala chibalagada sikana satare tulabala baraba samdalaragada tarshabanam raganam darayam shaganam proudam നിറയട്ടെ, നിറയട്ടെ. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞെന്ന വാക്യം ഇന്ന് രാത്രി ഓരോരുത്തരുടെ മേൽ പതിയട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേൽ പതിയട്ടെ, പതിയട്ടെ. നിറയട്ടെ, 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 നിറയട്ടെ. അത് ദൈവം നിറയ്ക്കട്ടെ, നിറയ്ക്കട്ടെ. വന്നത് വെറുതെയാകില്ല. നിറയട്ടെ അത്. ഓ, നിറയട്ടെ അത്.
കാര്യം സാധിക്കാൻ, തടസ്സങ്ങൾ മാറാൻ, കരിങ്കൽ ഭിത്തികൾ ഇടിയുന്നത് പോലെ ദൈവം നിറച്ചു വിടട്ടെ, നിറച്ചു വിടട്ടെ, നിറച്ചു വിടട്ടെ, നിറച്ചു വിടട്ടെ. ഓരോരുത്തരെ ദൈവം നിറയ്ക്കട്ടെ, ഇവിടെ നിറയ്ക്കട്ടെ, നിറയ്ക്കട്ടെ, ഇവിടെ നിറയ്ക്കട്ടെ, ഇവിടെ. നിനക്ക് പുതിയതൊന്ന് ചെയ്യാനുണ്ട്, പുതിയതൊന്ന് ചെയ്യാനുണ്ട്. പരിശുദ്ധാത്മാവിനാൽ മാത്രം, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട്, നിറവ് കൊണ്ട് ചില കോട്ടകൾ ഇടിക്കാനുണ്ട്. ഇടിയട്ടയാള്, ഇടിയട്ടയാള്, ഇടിയട്ടയാള്. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് നിറഞ്ഞേ പോകാവൂ, ആത്മാവ് നിറഞ്ഞേ പോകാവൂ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. സകല ബാധകളും അതിന്റെ ദുരിതങ്ങളും ഇന്ന് രാത്രി നിറഞ്ഞവർക്കായി വലിയവ ചെയ്യാൻ, വലിയവ ചെയ്യാൻ, വലിയവ ചെയ്യാൻ. ഓ, ചെയ്തു പോന്നതല്ല, ദൈവാത്മാവ് കണ്ടത് ചെയ്യാൻ ഇന്ന് രാത്രി പുതിയൊരു നിറവ്. നിറഞ്ഞുവാ, 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 നിറഞ്ഞുവാ. ഈ നിറവിൽ, ഈ നിറവിൽ വലിയൊരു ശുശ്രൂഷയുണ്ട്. ഈ നിറവിൽ വലിയൊരു കയറ്റമുണ്ട്, കയറ്റമുണ്ട്. കോണിപ്പടി ചവിട്ടി കയറുന്നത് പോലെ. ഓ, കയറിവാ, നിറഞ്ഞ് കയറിവാ, പൊങ്ങിവാ. പരിശുദ്ധാത്മാവേ, 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 കാര്യം നടത്തട്ടെ, കാര്യം നടത്തട്ടെ, കാര്യം നടത്തട്ടെ. ദൈവം ചില കാര്യം, നിന്റെ മേൽ ചില കാര്യം ദൈവത്തിന് നടത്താനുണ്ട്. അതിന്റെ നിറവിന്ന് രാത്രി വരട്ടെ. ദൈവമേ, സ്വർഗമേ, യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ സ്വർഗം ചില ഉടാരഭക്ഷി ഹടകജരാദിയ പന്തല് കെട്ടി മാനിക്കുന്നത് പോലെ, പന്തല് കെട്ടി മാനിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കാനുണ്ട്. അതൊരു മുറിക്കകത്ത് വെച്ചല്ല, അതൊരു മുറിക്കകത്ത് വെച്ചല്ല, വലിയ ആൾക്കൂട്ടത്തിന് ഇടയിൽ വെച്ച് നിന്നിൽ ചിലത് നിറവേറാൻ ദൈവം ഇന്ന് നിറച്ചു വിടുകയാ. ഓ റാബ ശിഖാന, നിറഞ്ഞോ, 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 നിറഞ്ഞോ. ദൈവം നിറക്കട്ടെ. ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുന്നവരുടെ നടുവിൽ വാക്കുകൊണ്ടല്ല, പ്രവർത്തി കൊണ്ട് ഉത്തരമരുളാൻ എന്റെ ദൈവം ശക്തനെന്ന് ഈ ജനത്തിന്റെ നടുവിൽ വെച്ച് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. വാക്കുകൊണ്ടല്ല, പ്രവർത്തി കൊണ്ട് മറുപടി. ദൈവം അത് ചെയ്യട്ടെ. അപ്പ പരിശുദ്ധാത്മാവ് അത് ചെയ്യട്ടെ. ഹല്ലേലൂയ. സൂരാശിക്ക് കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്തേ. ഒരു 5-6 മിനിറ്റ് അവിടെ കേൾക്കണം. സ്തോത്രം. കോടതിക്കകത്ത് വെച്ച് ചോദ്യം വന്നപ്പോൾ നിറച്ചു. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവസാനം ഒരു ധാരണ എത്തിയത് ഇങ്ങനെയാണ്. കോടതി പ്രധാനികൾ പുറത്തേക്ക് ഇറങ്ങി എന്ന് കൂടി ആലോചിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, അകത്തിടുന്നില്ല, പക്ഷേ 2 ഡിമാൻഡ് എഴുതി വെച്ചിട്ട് പോകണം. ഒന്ന്, ഈ നാമത്തിൽ മേലിൽ ഈ പട്ടണത്തിൽ മിണ്ടിപ്പോകരുത്. ഏത്? യേശുവിൻ്റെ നാമത്തിൽ. 2, ഈ ശക്തി മേലിൽ ഉപയോഗിക്കരുത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്നാ സാവ? സ്തോത്രം. മനസ്സിലായി? പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുകയും ചെയ്യരുത്, യേശുവിൻ്റെ നാമം മിണ്ടുകയും ചെയ്യരുത്. ഞാനൊരു കാര്യം കണ്ണ് തുറക്കാൻ വേണ്ടി പറയാം. വാസ്തവത്തിൽ ക്രിസ്തു മതത്തിന് എന്താ പറ്റി? ഇതല്ല പറ്റി. യേശുവിൻ്റെ നാമം ഉപയോഗിക്കുകയില്ല, പരിശുദ്ധാത്മാവില്ല, ബാക്കി എല്ലാ പരിപാടിയുണ്ട്. ബൈബിളുണ്ട്, പെരുന്നാളുണ്ട്, കുടയുണ്ട്, കുരിച്ചുണ്ട്, എല്ലാം ഉണ്ട്. ഈ 2 സൂത്രം ഇല്ല. സഭയുടെ പ്രത്യേകത എന്താ? വേറെ ഒന്നുമില്ല, ഇത് 2 ഉള്ളൂ. ഇത് 2 ഇല്ലെങ്കിൽ സഭ സഭയല്ല. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും സഭ സഭയല്ല. സ്തോത്രം.
ഏതെങ്കിലും കാലത്ത് ഇത് ഓൺലൈനിൽ കിടന്ന് ആരെങ്കിലും കേൾക്കട്ടെ, അവർക്ക് വേണ്ടി പറയാം. ഇന്നിപ്പോൾ ഇതിനകത്ത് എത്ര പേരാണ് എനിക്കറിയില്ല, പക്ഷെ എന്തെങ്കിലും കറങ്ങിച്ചിട്ട് കേൾക്കട്ടെ. നിങ്ങളുടെ സ്വത്രം, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് യേശു എന്ന വാക്ക്, ആ നാമം ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം പോലും പറയുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരിക്കൽ പോലും അവിടെ വ്യാപരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെട്ടോളണം. അത് സഭയല്ല, സഭയല്ല. 1-ാം നൂറ്റാണ്ടിൽ സഭയുടെ മുളയെടുത്ത് വരുന്ന സമയത്ത് അന്ന് കയറി പൂട്ടാൻ നോക്കിയതാണ് മതകോടതി. യഹൂദനെ കയ്യിലെടുത്തോണ്ട് സാത്താൻ പറഞ്ഞു, അവർ ഈ നാട്ടിൽ കൂടെ നടന്നോട്ടെ, അതിനൊന്നും നമുക്ക് പണക്കമില്ല, അവർ യോഗം നടത്തിക്കോട്ടെ, പക്ഷെ യേശുവിൻ്റെ നാമവും പരിശുദ്ധാത്മാവും മാത്രം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് പറഞ്ഞു. പക്ഷെ അവിടെ വെച്ചൊന്നും പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ പത്രോസ് യോഹന്നാൻ അത് കേട്ടിട്ട് തിരിച്ചിങ്ങ് വന്നു. തിരിച്ചു വന്നിട്ട് നേരെ വീട്ടിൽ പോയില്ല. 4-ാം അധ്യായത്തിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിട്ടയച്ച ശേഷം, 21 എനിക്ക് തോന്നുന്നു, 21 23 കണ്ടും, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്ക ചെന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പാരഗ്രാഫ് ആരംഭിക്കുന്നത്. കണ്ടോ? ഏതാ വാക്യം? 23-ാം വാക്യം ആരംഭിക്കുക. അവർ വിട്ടയച്ചു, കൊന്നില്ല, അകത്തിട്ടില്ല, വിട്ടയച്ചു, എഴുതി വെച്ചിട്ട് പൊക്കളാൻ പറഞ്ഞു. അവിടെ വെച്ച് അവർ മിണ്ടിയിൽ അങ്ങ് പോകുന്നു. കൂട്ടാളികളുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, അവരോട് ചെയ്തതും പറഞ്ഞതെല്ലാം പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടി ആദ്യം എന്ത് ചെയ്തു? ഒരുമനപ്പെട്ടിട്ട് ആദ്യം ഇത് കേട്ടപ്പോൾ എല്ലാവരും നിലവിളിച്ചു. നിലവിളിക്കാൻ കാരണം എന്താ? ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് അവർ നിലവിളിച്ചു. കുറച്ചു നേരം നിലവിളിച്ചു. പക്ഷെ അവർക്ക് മനസ്സിലായി നിലവിളിച്ചത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ഞാൻ നിങ്ങളോടും പറയാം, നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറേ നേരം നിലവിളിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. നിലവിളിച്ചു തുടങ്ങി, പക്ഷെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതോ ഒരു മനുഷ്യനൊരു വാക്യം കണ്ടുപിടിച്ചു. ആ വാക്യമാണ് കൊട്ടേഷനകത്ത് ഇട്ടിരിക്കുന്നത്: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും. എന്ത് പിന്നെ? ആ ആ ആ ആ നോക്കണേ, കരയുന്നതിനിടയിൽ പഴയ നിയമത്തിന് വാക്യം കണ്ടുപിടിച്ചിട്ട് ആ വാക്യം അവര് നിലവിളിക്കുന്നതിനിടെ പറഞ്ഞു. ഇതൊരു മോഡൽ പ്രയർ ആട്ടോ. നമ്മ ജീവിതം കരഞ്ഞു തീർക്കരുത്. സ്തോത്രം. എനിക്ക് സമാധാനം ഇല്ല, എനിക്ക് കാശില്ല, വാടക വീട്ടിലാണെന്ന് പറഞ്ഞ് കരഞ്ഞു തീർക്കരുത്. തുടക്കത്തിൽ കരച്ചിലൊക്കെ നല്ലതാ, പക്ഷെ കരഞ്ഞു തുടങ്ങി കരച്ചിൽ തീർക്കരുത്. അതല്ല പ്രാർത്ഥന. എല്ലാ ഞായറാഴ്ചയും കരച്ചിലിൽ തുടങ്ങും, കരച്ചിലിൽ തീർക്കും. അടുത്ത അതുകൊണ്ട് എന്നാ ഗുണം? പക്ഷെ പല വിഷയവും കരച്ചിലാ തുടങ്ങിയത്. പക്ഷെ പരിശുദ്ധാത്മാവുള്ളവൻ കരഞ്ഞ് തീർക്കുകയല്ല, കരയുന്നതിനിടയിൽ വചനം വെളിപ്പെട്ടു. അതിന് പറ്റിയ ഒരു വചനം വെളിപ്പെട്ടു. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവര് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വാക്യം എത്രയാ? 31 നോക്കിയേ. 31-ാം വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത വാക്ക്, എല്ലാവരും പിന്നെ നിറഞ്ഞു. സ്തോത്രം. നോക്കിയേ, 2-ൽ നിറഞ്ഞോരാ, 4-ന്റെ 8-ൽ നിറഞ്ഞോരാ. അവര് 31-ൽ കയറിയപ്പോ പിന്നെ നിറഞ്ഞു. അപ്പൊ നിറവ് ഒരു പ്രാവശ്യം കൊണ്ട് നിൽക്കുകയല്ല, ഇത് പ്രാർത്ഥിക്കും തോറും നിറയും. നിനക്കെതിരെ വിഷയം വരുന്തോറും നിറയും. നിനക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നതോറും നിറയും. നിനക്കെതിരെ കുറ്റം പറയുന്നതോറും നിറയും. നീ വേറൊന്നിനും പോകരുത്. ഈ വിഷയം വരുമ്പോഴൊക്കെ നിറയാൻ വിട്ടുകൊടുത്തേക്കണോ? ഹോളി സ്പിരിറ്റ്. യെസ്. ഇവിടെ നിൽക്കുകയല്ല ഇത്. 21 കൊണ്ട് നിൽക്കുകയല്ല. ഇനിയും നിങ്ങൾ ഇരിക്കേണ്ട വരും. നിറയാൻ തുടങ്ങി. ഇത് നിൽക്കുകയല്ല.
ഇത് വലിയ കൂട്ടത്തെ കൊലയോടെ പറിച്ചെടുക്കുന്നത് പോലെ വേരോടെ പറിച്ചെടുക്കാൻ ദൈവാത്മാവ് ആത്മപ്രേരണ തരികയോ. സുഖാന ശഖാന ശംദര റിബനദര ഹഡഗജന സത്തേരിയ ഷഗേനിയ സംദലരഗജന ഭൗഡാദല ചസ്. യെസ്. ധീരദല ധീരദല ശമനാരഗ ശംദലരഗ ശംദലരഗ. നന്ദി രാജാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വ്യാപരിക്കട്ടെ, ശക്തിയോടെ വ്യാപരിക്കട്ടെ, ദൈവശക്തിയോടെ വ്യാപരിക്കട്ടെ, നിറയട്ടെ. എല്ലാ പാത്രങ്ങളും നിറയട്ടെ, എല്ലാ ദൈവമക്കളും നിറയട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഇടിച്ചെടുത്ത തെളിഞ്ഞ ഒലിവെണ്ണയാൽ നിലവിളക്ക് മുങ്ങുന്നത് പോലെ നിറയുന്നത് പോലെ ഇന്നിവിടെ നിറയട്ടെ. ശംദലരം ധലരക ദുരിവര വക്ഷമനം ധേരേ തേരാദ ശമനഗര ഉടമത്തുരകം ശമനം ധരയം. നിറയുമ്പോൾ പുതുഭാഷകൾ, പുതിയ ശക്തി, ഇതെല്ലാം നിന്നിൽ പകർന്നുകൊണ്ടിരിക്കുക. നിറയുന്നവർക്കായി സ്തോത്രം. സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിറഞ്ഞോ 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 നിറഞ്ഞോ. ധീരശാത കൗഡം പ്രൗഢം വൈദം രഗനം ധീരക്ഷമനം ദുരകം ശംദൽ പ്രൗഢം സൈഡേ. പുതിയ നിറവിനായി, പുതിയ കവിഞ്ഞൊഴുക്കിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആത്മശക്തിയും ആത്മാഭിഷേകവും ഒക്കെ പറയാൻ നോക്കിയാൽ നമ്മളിന്ന് മുടിരാത്രി പ്രാർത്ഥന പോലെ പോകണ്ട. ഞാൻ ഇവിടെ തൽക്കാലം നിർത്തി ഇച്ചിരി നേരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ബാക്കിയൊന്നും പറഞ്ഞു തീർന്നിട്ടില്ല. സ്തോത്രം. പക്ഷേ ഒരറ്റം പറഞ്ഞു തുടങ്ങുമ്പോൾ അസാധാരണമായ ദൈവവചന വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയല്ല. എനിക്കറിയാം ഇവിടുത്തെ ഒഴുക്കനുസരിച്ച് ഒരു ദിവസം മുഴുവൻ നിന്ന് പറഞ്ഞാലും തീരുകയില്ല. അതുകൊണ്ട് കർത്തൃസന്നിധിയിൽ ഇത്രയും കാര്യങ്ങൾ മുറുകെ പിടിക്കുക. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് ഉറപ്പിക്കുക. സ്തോത്രം. നിറവുള്ളവൻ അവനെ ദൈവം ഉപയോഗിക്കും. അത് ശരിക്കും ദൈവം ഇന്ന് ചെയ്യാം. ലോകം എതിർക്കും തോറും ദൈവം നിറച്ചോണ്ടിരിക്കും. നിനക്കെതിരെ നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്യണം. നിന്നെ ഇല്ലാതാക്കാൻ എന്തൊക്കെ പണിയും ചെയ്തോട്ടെ, ചെയ്യും തോറും നീ നിറഞ്ഞോണ്ടിരിക്കണം. പുതിയ പുതിയ നിയമം ഉണ്ടാക്കും തോറും നിറഞ്ഞോണ്ടിരിക്കണം. നിറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? പ്രസംഗിക്കരുതെന്നാ വിലക്കിയത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു അവരതിധൈര്യത്തോടെ പ്രസംഗിച്ചു. നിറഞ്ഞാൽ നിയമം, നിനക്കെതിരെ എഴുതിയ നിയമം അത് നിർവീര്യമായി പോയി. നിങ്ങളെന്ത് പറയുന്നത്? യെരൂശലേമിൽ പിന്നെ ഇവർ പ്രസംഗിച്ചില്ലെന്നാണോ? സ്നാനപ്പെടുത്തിയില്ലെന്നാണോ? 5-ാം അധ്യായത്തിൽ കയറുമ്പോൾ പുരോഹിതന്മാരെ സ്നാനപ്പെടുത്തി. അതിനർത്ഥം എന്താ? ഇവരുടെ മതകോടതി എഴുതി വെച്ചു, ഇവിടെ ഇനി യോഗം നടക്കില്ല, ഇവിടെ ഇനി യേശുവിന്റെ നാമം ഉയരില്ല, ഇവിടെ ഇനി ആത്മശക്തി ഉണ്ടാകില്ല എന്ന് എഴുതി വെപ്പിച്ചു. പക്ഷേ അതും കേട്ട് പത്തി മടക്കി പോയായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ.
പക്ഷെ ഇവന് തീരുമാനിച്ചു നിറയാൻ തീരുമാനിച്ചപ്പോൾ നിയമമുണ്ടാക്കിയവന്റെ പാളയത്തിൽ നിന്ന് പുരോഹിതനെ ദൈവം സ്നാനപ്പെടുത്താൻ ഇറക്കി. ഞാൻ പറഞ്ഞു നിർത്താം. വിരോധമായി നിൽക്കുന്ന പാളയത്തിൽ നിന്ന് സ്വർഗം ആളെ ഇറക്കും. യേശുവിന്റെ നാമത്തിന് വിരോധമായി, പരിശുദ്ധാത്മ പ്രവർത്തനത്തിന് വിരോധമായി, സഭയുടെ പ്രവർത്തനത്തിന് വിരോധമായി ഈ പട്ടണത്തിൽ എവിടാണോ അവിടെ നിന്ന്, അതിനകത്തു നിന്ന് ദൈവം ചിലരെ, സാധാരണക്കാരെയല്ല, അതിന്റെ ആചാര്യന്മാരെ ദൈവം പുറത്തിറക്കും. ദൈവം കൊണ്ടുവരും. അവരെ ഇതിനകത്തിരുത്തി അന്യഭാഷ പറയിപ്പിക്കും. അവരെ ഇതിനകത്തിരുത്തി കർത്തൃമേശ എടുപ്പിക്കും. അപ്പാ പിതാവേ സ്വർഗ്ഗം ചെയ്യും. നിറഞ്ഞ കളി മാറും. ദൈവസഭ ഏതൊക്കെ കാലത്ത് നിറഞ്ഞിട്ടുണ്ടോ അന്നെല്ലാം പിശാച് തോറ്റിട്ടുണ്ട്. ദൈവം പറയുന്നു, എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഇത് പോരപ്പാ, ഇത് പോരാ, എന്നെ നിറയ്ക്കണം. ദുരാശിക്ക് മനശ്ശസ്യാര